സാധാരണക്കാരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തു. ബിഗ് ബോസിലേക്ക് വരാനായിട്ട് പ്ലാൻ ചെയ്ത് പല രീതിയിൽ റിയാലിറ്റി ഷോകളിൽ കൂടെ മുഖം കാണിക്കാനായിട്ട് ശ്രമിച്ച് പലവിധ മാർഗ്ഗങ്ങളിൽ കൂടെ പബ്ലിസിറ്റി ആഗ്രഹിച്ച് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി വെച്ചിട്ട് ഒരാൾ ഈ കോമണേഴ്സിന്റെ സെലക്ഷനിൽ ഇടം പിടിച്ചിട്ട് അകത്തേക്ക് വരുന്നത് എത്രത്തോളം സാധാരണക്കാരുടെ റെപ്രസെൻറ്റേഷൻ ആവും? അല്ലെങ്കിൽ ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ ആയിരിക്കണം. പെട്ടെന്ന് ഒരു ഓഫീസിലേക്ക് ചെല്ലുന്നു, പെട്ടെന്ന് സാധാരണക്കാർ കൂടുതലായിട്ട് വരുന്ന ഇടങ്ങളിലേക്ക് ചെല്ലുന്നു, എന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്നൊരു സെലക്ഷൻ നടത്തി ഒരാളെ കൊണ്ടുപോവുകയാണെങ്കിൽ ഓക്കെ. അല്ലാത്തതൊക്കെ ചുമ്മാ കാർഡർക്കൽ തന്നെയാണ്. ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. പിന്നെ വേറൊരു കാര്യം പറയാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. എന്തൊക്കെ അക്ബർ അല്ലെങ്കിൽ നെവിൻ, ലക്ഷ്മി, സാബുമോൻ എന്നൊക്കെ പറഞ്ഞാലും, അല്ലെങ്കിൽ എന്തൊക്കെ ഫെയർ പ്ലേ ഒരു സൈഡിലുണ്ട് എന്ന് പറഞ്ഞാലും, ഈ ഒരു ഷോ ഈ ആഴ്ചയും കൂടെ ഗെയിം കണ്ട സമയത്ത് മനസ്സിലായ ഒരു സംഗതിയുണ്ട്. ഈ ഒരു ഷോ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഷാനവാസ് ആണെന്നും അനീഷാണെന്നും അനുമോളാണെന്നും നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സമ്മതിക്കേണ്ടി വരും. കാരണം അവരുടെ സ്ട്രാറ്റജി എത്രത്തോളം മോശമായിക്കോട്ടെ, എത്രത്തോളം ബോറിംഗ് ഗെയിം ആയിക്കോട്ടെ, പക്ഷേ ഈ ഒരു ഷോ അവരങ്ങ് കൈയടക്കി. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 77 റിവ്യൂ ആണ്. ഈ അടുത്ത ദിവസങ്ങളിലൊന്നും ബിഗ് ബോസിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിരുന്നില്ല. വലിയ കാര്യമായിട്ട് എടുത്ത് പറയേണ്ട തരത്തിലേക്ക് ഒരു ഗെയിം അനാലിസിസിന് സാധ്യത ഉണ്ടാക്കുന്ന സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്തൊക്കെയാണെങ്കിലും ഇന്നലത്തെ എപ്പിസോഡ് ഒരു ശോകം എപ്പിസോഡായിരുന്നു. ആ ഒരു എപ്പിസോഡ് ശോകമായതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ, ഈ ബിഗ് ബോസിൻ്റെ സീസണിൽ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു പരിപാടിയാണ്, ഷോ ഇവരുടെ കയ്യിൽ നിന്ന് പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. എങ്ങനെയാണിത് കയ്യിൽ നിന്ന് പോകുന്നത്? ഈ കണ്ടസ്റ്റൻസ് ഇങ്ങനെ തന്നെ ഗെയിം കളിക്കുമെന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഗെയിം കളിച്ചിട്ട് ആ ഒരു ഷോ സൂപ്പർ ആക്കുമെന്നോ ഒക്കെ വിചാരിച്ചിട്ടാണോ ഇവർ കണ്ടസ്റ്റൻസിനെ എടുക്കുന്നത്? ഒരു പരിധിവരെ അങ്ങനെയുള്ള പ്രതീക്ഷകൾ വെക്കാമെന്നുണ്ടെങ്കിലും ഇവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും എഫേർട്ട് വേണ്ടേ? എന്തെങ്കിലും രസകരമായിട്ടുള്ള ഒരു ടാസ്ക് കൊടുക്കുകയോ, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് പോവേണ്ട തരത്തിലേക്ക്, സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോവേണ്ട തരത്തിലേക്ക്, എക്സിസ്റ്റൻസിനെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഗെയിം ഡിസൈൻ ചെയ്യുകയോ അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല. വെറുതെ ഇങ്ങനെ ആചാരം പോലെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടത്തപ്പെടുന്നത് പോലെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീക്കാവുന്ന സമയത്ത്, ഇതിൻ്റെ മേക്കേഴ്സ് വീക്കാവുന്ന സമയത്ത്, മുന്നേ പഠിച്ചിട്ടുള്ള ഗെയിമുമായിട്ട് വരുന്ന, പ്രീ പ്ലാൻഡ് ആയിട്ട് വരുന്ന കണ്ടസ്റ്റൻസ് അവരുടെ രീതിക്ക് ഈ ഒരു ഷോ മുന്നോട്ടേക്ക് കൊണ്ടുപോകും. എന്നിട്ട് പെട്ടെന്നൊരു ദിവസം ദേഷ്യപ്പെട്ടിട്ട് അവരെ ഇകഴ്ത്താനായിട്ടോ അവരെ പുകഴ്ത്താനായിട്ടോ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ചൊരു വ്യാപകമായിട്ടുള്ള ഒരു പരാതിയാണ്, അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്തു. അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്തു എന്ന് പറയുന്നത് ആരാണ്? ശരിക്കും പറഞ്ഞാൽ പണ്ട് മുതൽ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് അനുമോളെയും അല്ലെങ്കിൽ ഷാനവാസിനെയും അല്ലെങ്കിൽ തുടക്കം മുതൽ അനീഷിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേയധികം ആളുകൾ പറയുകയാണ് അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അക്ബറിനെയും വൈറ്റ് വാഷ് ചെയ്തിട്ടില്ല, അനുമോളെയും കളിയാക്കിയിട്ടില്ല, അനീഷിനെയും ഇകഴ്ത്താൻ ശ്രമിച്ചിട്ടില്ല, ഒന്നും കാര്യമായിട്ട് നടന്നിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ഷാനവാസിനെ റോസ്റ്റ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞ ഒരു എപ്പിസോഡ്, ഷാനവാസ് ആകെ മൊത്തത്തിൽ തകർന്നു പോയ ഒരു എപ്പിസോഡ്. ആ ഒരു എപ്പിസോഡിൽ ഷാനവാസിനെ റോസ്റ്റ് ചെയ്യാൻ കാരണമായിട്ടുള്ള കാരണങ്ങളെക്കാൾ എത്രയോ തീവ്രമായിട്ടുള്ള കാരണമായിരുന്നു അനുമോളും അക്ബറും തമ്മിലുണ്ടായിരുന്നത്. എന്നാൽ അനുമോൾക്ക് കാര്യമായിട്ടുള്ള ഒരു വിമർശനം ഏൽക്കേണ്ടി വന്നു. ചെറിയ രീതിയിൽ ഇങ്ങനെ കളിയാക്കി പരിഹസിച്ച് ഇരുത്തി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് ക്ഷീണം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഒന്നും കിട്ടിയില്ല. അനുമോളുടെ തുടക്കത്തിലുള്ള ഇഷ്യൂ ജിസയിലും ആര്യനുമായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു സംഭവം, അതേപോലെയൊക്കെ തന്നെയുള്ള ചില അഭിനയിച്ച് കാണിക്കലുകളൊക്കെ ഈ അക്ബർ, അനുമോൾ എന്നിവർ തമ്മിലുണ്ടായിരുന്ന ആ ഒരു ബസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാമർശം വന്ന ആ ഒരു കാര്യത്തിലുണ്ടായിരുന്നു. എന്നാൽ അതിനെക്കുറിച്ചിട്ടൊന്നും വലിയ കാര്യമായിട്ടുള്ള ഒരു എടുത്തു പറച്ചിലൊന്നും ഉണ്ടായില്ല. അപ്പോൾ അനുമോളെയും വേണമെന്നുണ്ടെങ്കിൽ സേഫ് ആക്കാൻ വേണ്ടി, ആ ഒരു ഇഷ്യൂവിനെ സോൾവ് ആക്കാൻ വേണ്ടി നടത്തിയ എപ്പിസോഡ് നമുക്ക് പറയാൻ പറ്റത്തില്ലേ? പറയാൻ പറ്റും. പിന്നെ ആളുകൾ പരാതി പറയുന്നൊരു സംഗതിയാണ്, അനീഷിനെ കളിയാക്കി. അനീഷിൻ്റെ മലയാളം കാർഡ് എന്താ മോശമാണോ? മോശം ഭാഷയല്ലല്ലോ പ്രൊമോട്ട് ചെയ്യുന്നത്, മലയാളത്തിലല്ലേ പ്രൊമോട്ട് ചെയ്യുന്നത്? ഇത് ഇത്തിരി കോമൺ സെൻസോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ 5-6 പേര് വട്ടം കൂടിയിരിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിലെ 5-6 പേര് തന്നെ വട്ടം കൂടിയിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അച്ഛനോട് കൂടുതൽ സ്നേഹമുള്ള ആർക്കാണ്, 3 മക്കളിൽ ആർക്കാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ചർച്ച അവിടെ ഉണ്ടാവുന്നു. അപ്പം മക്കളിൽ ഒരാൾ പറയുകയാണ്, അച്ഛനോട് എനിക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹം, നിങ്ങൾക്കൊന്നും ആരും സ്നേഹമില്ല, ഞാൻ സ്നേഹം ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. ആക്ച്വലി എല്ലാ ആളുകൾക്കും അച്ഛനോട് സ്നേഹമുണ്ട്, അതേപോലെ തന്നെ മലയാളത്തോട് സ്നേഹമുണ്ട്. മലയാളികളായതുകൊണ്ട് നമ്മുടെ കൂടെയുള്ളൊരു ഭാഷയാണ്. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ള, എല്ലാവരുടെയും ഭാഷയായി എല്ലാവരും സ്നേഹിക്കുന്ന ഒരു കാര്യത്തെ നമുക്കിടയിൽ നിന്നിട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നത്, ബാക്കിയുള്ള ആളുകൾ എന്തോ അതിനെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് പോലെയല്ലേ? ഈ ഷോ കൂടുതലായിട്ട് കാണുന്നത് മലയാളികളല്ല, വേറെ ഭാഷക്കാരാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, അനീഷ് പറയുന്നതിനകത്തൊരു ന്യായമുണ്ട്. മലയാളത്തെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയാണ്. നമുക്കിടയിൽ സംസാരിക്കപ്പെടുന്ന, നമ്മൾ എന്തിലാണോ ബേസ് ചെയ്ത് നിൽക്കുന്നത് അവിടെ ഞാനൊരു മിടുക്കൻ, അതിലെ ഏറ്റവും മികച്ചവൻ എന്നുള്ള രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു കാർഡർക്കിൾ തന്നെയാണ്. അതേപോലെ തന്നെ ഫെയിലായപ്പോൾ എത്രയോ കാർഡുകളുണ്ട്. കോമണർ കാർഡ് എന്ന് പറയുന്നതിൽ കുഴപ്പമില്ല, അനീഷ് കോമണറാണ്, അത് പ്രൊമോട്ട് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ബാക്കിയുള്ള ആളുകൾ മോശക്കാരാണ്. ആര്യൻ റിസോർട്ടുണ്ട്, ആര്യൻ അതുണ്ട് ഇതുണ്ടെന്ന് ആര്യൻ എന്ന് പറഞ്ഞ് ഞാൻ എടുത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ.
എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനെ മികച്ചതാക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? അതേപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾ സീരിയൽ, സിനിമ രംഗത്ത് നിന്ന് വന്ന ആളുകളാണ്. അതുകൊണ്ട് ഞാനൊരു കോമണറാണ്. എല്ലാ സാധ്യതകൾ എല്ലാ മനുഷ്യന്മാർക്കും ഇല്ലേ? അപ്പോൾ അങ്ങനെ സാധ്യതകൾ ഉപയോഗിച്ചിട്ടുള്ള ഈ സാധാരണക്കാരിൽ നിന്നിട്ട് ഇത്തിരി വ്യത്യസ്തമായിട്ട് ചിന്തിച്ച് മാറി നിന്ന ആളുകളെയല്ലേ കൂടുതൽ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ കോമണർക്കാരനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ബോറത്തരം വിഡ്ഢിത്തരാണ്. എന്ന് പറഞ്ഞാൽ അനീഷിന് സാധ്യതകളുണ്ട്. അനീഷും ആ ഒരു സാധ്യതകൾ നേരത്തെ തന്നെ ഉപയോഗിക്കാം. അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന സാധാരണക്കാരെ പോലെ ജീവിക്കാൻ വേണ്ടിയാണോ കഷ്ടപ്പെട്ട് ബിഗ് ബോസിലേക്ക് വന്നത്? അല്ല, അനീഷും ആ ഒരു സാധാരണക്കാർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടി തന്നെയാണ് ശ്രമിച്ചത്. പുറത്ത് വന്നിരിക്കുന്നു. പിന്നെ ആ ഒരു കാർഡ് തലയിൽ താങ്ങി പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സാധാരണക്കാരിൽ നിന്ന് അനീഷിനെ തിരഞ്ഞെടുത്തു എന്ന് പറയാം. പക്ഷെ അതും എത്രത്തോളം ഫെയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് എത്രത്തോളം ഫെയർ ആയിട്ടുള്ള ഒരു സെലക്ഷനാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഫെയർ ആയിട്ട് സാധാരണക്കാരിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടത്? വൈകിട്ട് കുറേയധികം ആളുകൾ റേഷൻ വാങ്ങാൻ വേണ്ടി റേഷൻ കടയിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് ബിഗ് ബോസിൻ്റെ ടീം വരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബിഗ് ബോസിൽ വരാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് ഒരാളെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, സാധാരണക്കാരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തു. ബിഗ് ബോസിലേക്ക് വരാനായിട്ട് പ്ലാൻ ചെയ്ത് പല രീതിയിൽ റിയാലിറ്റി ഷോകളിൽ കൂടെ മുഖം കാണിക്കാനായിട്ട് ശ്രമിച്ച് പലവിധ മാർഗ്ഗങ്ങളിൽ കൂടെ പബ്ലിസിറ്റി ആഗ്രഹിച്ച് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി വെച്ചിട്ട് ഒരാൾ ഈ കോമണേഴ്സിൻ്റെ സെലക്ഷനിൽ ഇടം പിടിച്ചിട്ട് അകത്തേക്ക് വരുന്നത് എത്രത്തോളം സാധാരണക്കാരുടെ റെപ്രസെൻറ്റേഷൻ ആവും? അല്ലെങ്കിൽ ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ ആയിരിക്കണം. പെട്ടെന്നൊരു ഓഫീസിലേക്ക് ചെല്ലുന്നു, പെട്ടെന്ന് സാധാരണക്കാർ കൂടുതലായിട്ട് വരുന്ന ഇടങ്ങളിലേക്ക് ചെല്ലുന്നു, എന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്നൊരു സെലക്ഷൻ നടത്തി ഒരാളെ കൊണ്ടുപോവുകയാണെങ്കിൽ ഓക്കെ. അല്ലാത്തതൊക്കെ ചുമ്മാ കാർഡർക്കൽ തന്നെയാണ്. ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. പിന്നെ വേറൊരു കാര്യം പറയാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. എന്തൊക്കെ അക്ബർ അല്ലെങ്കിൽ നവീൻ, ലക്ഷ്മി, സാബുമോൻ എന്നൊക്കെ പറഞ്ഞാലും, അല്ലെങ്കിൽ എന്തൊക്കെ ഫെയർ പ്ലേ ഒരു സൈഡിലുണ്ട് എന്ന് പറഞ്ഞാലും, ഈ ഒരു ഷോ ഈ ആഴ്ചയുടെ ഗെയിം കണ്ട സമയത്ത് മനസ്സിലായ ഒരു സംഗതിയുണ്ട്. ഈ ഒരു ഷോ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഷാനവാസ് ആണെന്നും അനീഷാണെന്നും അനുമോളാണെന്നും നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സമ്മതിക്കേണ്ടി വരും. കാരണം അവരുടെ സ്ട്രാറ്റജി എത്രത്തോളം മോശമായിക്കോട്ടെ, എത്രത്തോളം ബോറിംഗ് ഗെയിം ആയിക്കോട്ടെ, പക്ഷേ ഈ ഒരു ഷോ അവരങ്ങ് കൈയടക്കി. അവർ ഈ ഒരു സീസൺ കയ്യിലെടുക്കുന്ന സമയത്ത്, അവരുടെ രീതിയിൽ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരുടെയൊക്കെ ആ ഒരു പ്രകൃതത്തിനനുസരിച്ചിട്ട്, അവരുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ചിട്ട് ബോറിംഗായി മാറും. അവർ അങ്ങനെ ആ ഒരു ഷോയെ, ആ ഒരു സീസണെ മുഴുവനായിട്ട് കൈയടക്കുന്ന രീതിയിലേക്ക് ഗെയിം ഡിസൈൻ ചെയ്തത് ബിഗ് ബോസിൻ്റെ തന്നെ ഒരു അബദ്ധമാണ്. എന്നിട്ടിപ്പം പരാതി ഏതെങ്കിലും രീതിയിൽ പ്രകടിപ്പിച്ചിട്ട് വീക്കെൻഡ് എപ്പിസോഡുകളിൽ കൂടെ പ്രകടിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ബോറായി പോകും. ആളുകളെ ഏതെങ്കിലും രീതിയിൽ ഇമോഷണലി കണക്ട് ചെയ്ത് ചില കാർഡുകൾ, അത് വിക്ടിം കാർഡുകൾ കൂടുതലായിട്ട് എടുത്തിട്ടിട്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് ഈ സീസണിലെ മെയിനായിട്ടുള്ളൊരു ഗെയിം. ഇപ്പോൾ അനീഷ് ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും അനുമോളാണെങ്കിലും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂന്നാളുകളും ആ ഒരു രീതിയിൽ തങ്ങളെ ഒറ്റപ്പെടുത്തുന്നു. തങ്ങൾ ഇത്തിരി ക്ഷീണമുള്ള ആളുകളാണേ, ഞാനൊരു സാധാരണക്കാരനാണ്, എനിക്ക് പ്രിവിലേജുകളില്ലേ, അതേപോലെ തന്നെ ഞാൻ ഇച്ചിരി വയ്യാത്ത ഒരാളാണേ, ഞാൻ പെട്ടെന്ന് കരയുന്ന ഒരാളാണേ, എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന ഒരാളാണേ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. അതിങ്ങനെ സ്ഥിരമായിട്ട് എടുത്തിരുന്ന സമയത്ത് ഗെയിം ബോറാകും. ഇതിനകത്ത് ഇനിയിപ്പോൾ നമ്മൾ തമ്മിൽ ഭേദം ആര്, അല്ലെങ്കിൽ കൂടുതൽ സപ്പോർട്ടുള്ളത് ആര് എന്നൊക്കെയുള്ള രീതിയിൽ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ PR ടീമിൻ്റെ ഒരു ഇടപെടൽ കാര്യമായിട്ട് തന്നെ ഉണ്ട്. അത് ബിഗ് ബോസ് തുറന്ന് സമ്മതിച്ചതാണ്. ഇപ്പോൾ ആര്യൻ പണ്ടേതോ സ്ത്രീയോട് മോശമായിട്ട് പെരുമാറി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു താല്പര്യപ്രകടനം നടത്തി എന്നൊക്കെയുള്ള ഒരു പ്രൊമോഷൻ വരുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ടുള്ള PR ആക്ടിവിറ്റിയാണ്. കാരണം ഒരു ഇഷ്യൂ ഏത് സമയത്ത് എടുത്തിടുന്നു എന്നുള്ളത്, ഒരാരോപണം ഏത് സാഹചര്യത്തിൽ എടുത്തിടുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഒരാൾ ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കുകയാണ്, ആരോപണം നേരിടുന്ന വ്യക്തി. അയാൾ പുറത്തുള്ള സമയത്ത് എടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ പക്ഷം കേൾക്കാനായിട്ട് പറ്റും. അയാൾ ഇനിയും കുറേ ദിവസങ്ങൾ അകത്ത് നിൽക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ മുന്നത്തെ ഒരു സംഭവം ഇപ്പോൾ എടുത്തിടുന്നത് കൃത്യമായിട്ടുള്ള ഒരു PR ആക്ടിവിറ്റി തന്നെ ആയിട്ട് നമുക്ക് സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. വളരെ മോശം പരിപാടിയാണ്. നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അയാൾ അവൈലബിൾ ആവുന്ന, അയാളെ നിയമത്തിനും കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുന്ന, അല്ലെങ്കിൽ അയാൾക്ക് മറുപടി പറയാൻ പറ്റുന്ന സാഹചര്യത്തിൽ പറയണം. അല്ലാതെ ഒരു 75 ദിവസം ഒരു ഗെയിമിൽ ഒരാൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എടുത്തിടുന്നത് അത്ര നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടെയൊക്കെയാണ് നമ്മൾ PR പറയുന്നത്. ആർക്കാണോ ആരിനെ ഇകഴ്ത്തി കഴിഞ്ഞാൽ ഗുണമുള്ളത് അവരെയൊക്കെ ആളുകൾ സംശയിക്കേണ്ടി വരും. ഇനി എപ്പിസോഡിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ വേണ്ടി നോട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പല സീസണുകളിലും നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ്. വരുന്ന സമയത്ത് പെട്ടെന്ന് ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടി തങ്ങളുടെ ഗുണത്തിന് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഏറ്റവും വലിയ പാരയായിട്ട് വരുന്നത്. എക്സാമ്പിളായിട്ട് അനീഷിൻ്റെ കാര്യം തന്നെ. അനീഷ് ലീവ് എടുത്ത് ബിഗ് ബോസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ആഗ്രഹിച്ച് വന്ന ഒരാളാണ് എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടി?
ബിഗ് ബോസിനോട് അത്രയധികം ഇഷ്ടമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി, പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ വേണ്ടി. പക്ഷേ അത് അനീഷ് പറഞ്ഞിട്ട് അനീഷിന് ഏറ്റവും കൂടുതൽ ഉപദ്രവം കിട്ടിയത് ആ ഒരു സംഭവം വെച്ചിട്ടാണ്. ലാലേട്ടൻ അടക്കമുള്ള ആളുകൾ എല്ലാ വീക്കെൻഡ് എപ്പിസോഡുകളിലും ലീവ് എടുത്ത് പഠിച്ചതല്ലേ, എന്നിട്ട് ഇതാണോ പഠിച്ചത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നു. അതേപോലെ തന്നെ ഇത് കാണാപ്പാടം പഠിച്ച് വന്നേക്കുന്നതാണ് എന്ന് പല ആളുകൾ പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അബദ്ധം അനീഷിന് അതുകൊണ്ട് പറ്റുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ആരംഭിച്ച സമയത്ത് തന്നെ ഷാനവാസിൻ്റെ വിഷമത്തെയാണ് അഡ്രസ്സ് ചെയ്തത്. തന്നെ മെയിൽ ഷോവനിസ്റ്റ് എന്ന് വിളിച്ച് ആദിലെ നൂറയെ നോമിനേറ്റ് ചെയ്തത് ഷാനവാസിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തു, അവരെ പെങ്ങന്മാരാക്കി, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവർക്ക് ചില ഔദാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതുകൊണ്ട് ഇക്കയെ അങ്ങനെ പിന്നിൽ നിന്ന് കുത്തിയ പരിപാടി ഇക്കയ്ക്ക് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല എന്നുള്ളതാണ് ഇക്ക പറയുന്നത്. ഇക്ക പറയാതെയും പറയുന്നുണ്ട്, ഇത് ഒച്ചത്തിലും പറയുന്നുണ്ട്. അനീഷിനോടും ഇത് ഇക്ക പറഞ്ഞിട്ടുണ്ട്, പല ആളുകളോടും അത് പറഞ്ഞിട്ടുണ്ട്. ആദില, നൂറ എന്നിവർക്ക് മനസ്സിലായി ഇക്കയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഹിറ്റ്ലർ ഗെയിമാണ് ഇക്ക കളിക്കുന്നത് എന്ന് ആളുകൾ പറഞ്ഞ സമയത്ത് ആദിലയ്ക്കും നൂറയ്ക്കും അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അവർ ചിലപ്പോൾ വിചാരിച്ചത് ഈ ഹിറ്റ്ലറിൻ്റെ മറ്റേ നരാധമമായിട്ടുള്ള പരിപാടികൾ, ഒരു സ്വേച്ഛാധിപതി മൂഡായിരിക്കും അവർ ഉദ്ദേശിച്ചത്. എന്നാൽ ഹിറ്റ്ലർ മാധവൻകുട്ടി ആയിരുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. എന്താണെങ്കിലും അവർക്ക് ഇക്കയുടെ ചിറകുകളുടെ കീഴിൽ അഭയം പ്രാപിക്കാനായിട്ട് താല്പര്യമില്ല. അവർ പറക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പറപ്പിക്കാനായിട്ട് ഈ ആഴ്ചത്തെ എവിക്ഷനും പറ്റിയില്ലല്ലോ എന്നോർത്തിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. ഈ മിഡ് വീക്ക് എവിക്ഷനിൽ ആദില പോകുന്നു എന്ന് കേട്ട സമയത്ത്, അതിൻ്റെ ആ ഒരു പരിപാടികളൊക്കെ കണ്ട സമയത്ത് അറിയാതെ ഞാനും ആഗ്രഹിച്ചു പോയി അതിലെ പോയിരുന്നു എന്നുണ്ടെങ്കിൽ എത്ര രസമായിരുന്നു. ഇപ്പോൾ ഈ പരാതിയും പരിഭവം പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഗെയിമൊക്കെ നല്ല രീതിയിൽ മാറിയേനെ. ശരിക്കും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല പണി കൊടുക്കുന്നുണ്ട്. അനീഷ് നെവിൻ്റെ കേസ് പറഞ്ഞു, ഷാനവാസ് പറഞ്ഞു നെവിൻ്റെ കാര്യം എടുത്തിട്ടത് ആദില, നൂറ എന്നിവർ സേവ് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അനീഷിന് ഷാനവാസിനോടുള്ള മതിപ്പ് പോയി. അതിപ്പോൾ മതിപ്പൊക്കെ ഷാനവാസിനോടുള്ളത് അന്ന് തന്നെ ആളുകൾക്ക് പോയതാണ്. പിന്നെ വേറെ ചില കാരണങ്ങൾ കൊണ്ട് മതിപ്പ് വീണ്ടും കയറി വന്നു. എന്നാലും ഇതൊക്കെ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ മറന്നിരിക്കുകയായിരുന്നു നെവിൻ്റെ കേസ്. അത് ആദില, നൂറ എന്നിവർക്ക് വേണ്ടിയാണ് ചെയ്തത് എന്ന് ഷാനവാസ് പറയുന്നു. അത് ആദില, നൂറ എന്നിവർക്കും ക്ഷീണം ഉണ്ടാക്കുന്ന സംഗതിയാണ്. കൂടാതെ അനീഷ് അതിൽ ആഡ് ചെയ്തൊരു സംഗതിയുണ്ട്. അങ്ങനെ ഷാനവാസ് ചെയ്തു കൊടുത്തിട്ടും ആദില, നൂറ എന്നിവർ നെവിനുമായിട്ട് ചേർന്നിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു. അവിടെ ഒരു ഗ്യാങ് ഫോം ചെയ്തു. അപ്പോൾ നെവിൻ എഴുന്നേൽക്കുകയാണ്. ലാലാട്ടൻ ചോദിച്ചു, അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടായിട്ടുണ്ടോ നെവിൻ പറഞ്ഞു, എനിക്കങ്ങനെ ഒരു ഗ്യാങ്ങും ഇല്ല. അപ്പോൾ നെവിനോട് ചോദിക്കുകയാണ്, ക്യാപ്റ്റൻസി ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഏത് ക്യാപ്റ്റൻസി ടാസ്ക്കാണ്? നമ്മുടെ ആര്യനും സാബുമോനും അനുമോളും പങ്കെടുത്ത ആ ഒരു ടാസ്ക്. അതിനിടയിൽ നെവിൻ കയറി ഒരു കളി കളിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് വേണമെന്ന് നെവിൻ പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഇവരിങ്ങനെ മരപ്പാവകളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടായിരിക്കില്ല. ഇവരങ്ങനെ നടക്കുകയുള്ളൂ. ഈ മൂന്നാൾക്കാരും ആ ഒരു ഇതിൽ നടക്കത്തുള്ളൂ. ചിലപ്പോൾ ആര്യൻ എന്തെങ്കിലുമൊക്കെ കളി കളിച്ചാലും അത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അനുമോള് വേറെ രീതിയിൽ വളച്ചൊടിക്കും. സാബുമോൻ അവിടെ ഭയങ്കരമായിട്ട് ഫെയർ നോക്കി ന്യായാധിപൻ കളിക്കും. അത് ബോറാകും. അവിടെ നെവിൻ കയറി ഇടപെട്ടതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഗെയിമിലൊരു രസമുള്ളൊരു സംഗതിയായത്. കയറിൻ്റെ നടുക്ക് കയറിയപ്പോഴാണ് ഗെയിം ട്വിസ്റ്റ് ആയത്. അങ്ങനെ എല്ലാ ആളുകളുടെയും നടുക്ക് കയറി കിടക്കുന്ന നെവിൻ്റെ ആ ഒരു നടുക്ക് കയറൽ പരിപാടിയെ ലാലേട്ടൻ അവിടെ ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുകയാണ്, അനുമോൾ എഴുന്നേൽപ്പിച്ച സമയത്ത് അനുമോൾ പറയുകയാണ്, ഇങ്ങനെ നെവിൻ ഇങ്ങനെ വെള്ളം തെറിപ്പിച്ചു. അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ വെള്ളം തെറിപ്പിച്ചൊന്നുമില്ല, അതിങ്ങനെ പാത്രം എടുത്ത സമയത്ത് തെറിച്ചു. അവിടെ മുതൽ ഇങ്ങനെ അനുമോളെ ചെറിയ രീതിയിലൊന്ന് കളിയാക്കി പരിഹസിച്ച് ഇരുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പല കാര്യങ്ങളും പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട്, കണ്ടസ്റ്റൻസിന് മനസ്സിലാവുന്നുണ്ട്. ലാലേട്ടന് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ചോദിച്ച് പാവ അനുമോളെ സമ്മർദ്ദത്തിലാക്കുകയാണ്. ആ ഒരു പ്രഷർ നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ടാവുന്നു. പിന്നെ കയ്യിലിരിപ്പ് അങ്ങനെ ആയിരുന്നതുകൊണ്ട് പിന്നെ നമ്മൾ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ചു പോയി. നെവിൻ്റെ ഈ ഒരു ഇടപെടൽ ആര്യൻ എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു, ഗെയിം നശിപ്പിച്ചത് ശരിയാണോ, അല്ല എന്നുണ്ടെങ്കിൽ ആര്യൻ അവിടെ തോറ്റുപോയതും ലൂസർ എന്നുള്ള വിളി കേട്ടതും ശരിയാണോ എന്നൊക്കെ ആര്യനോട് ചോദിക്കുകയാണ്. അപ്പോൾ ലാലേട്ടനോട് ആര്യം പറയുകയാണ്, ഇതൊരു ഗെയിമല്ലേ, ഞാനതിനെ അതിൻ്റെ ഒരു സ്പിരിറ്റിൽ എടുത്തിട്ടുണ്ട്. ഭയങ്കര ഹ്യൂമാനിറ്റി കാർഡ് അത് നെവിൻ കൃത്യമായിട്ട് എടുത്ത് അഡ്രസ്സ് ചെയ്ത്. എന്തിനാണ് ആര്യൻ അങ്ങനെയൊക്കെ പറയണത്? എൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാരണം കറക്റ്റായിട്ട് എന്താണോ തോന്നിയത് അത് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആര്യൻ അന്ന് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എന്നാൽ ഇന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, വീക്കെൻഡ് എപ്പിസോഡിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു വൈമുഖ്യം, അവിടെ ഹ്യൂമാനിറ്റി കാർഡൊക്കെ എടുത്തിരിക്കുകയാണ്. എല്ലാവരുടെയും ചില സൈഡുകളുണ്ട്, ചില ഫേക്ക് സൈഡുകളുണ്ട്. ആരിനും ഉണ്ട് ആ ഒരു ഫേക്ക് സൈഡ്. ആ ഒരു ഫേക്ക് സൈഡാണ് ആ ഒരു ഹ്യൂമാനിറ്റി പരിപാടി. കുറേയൊക്കെ ഉണ്ടെന്നേ ഹ്യൂമാനിറ്റിയും കാര്യങ്ങളൊക്കെ ആളുകൾക്കുണ്ട്. പക്ഷേ അനാവശ്യമായിട്ട് എടുത്തിരുന്ന സമയത്ത് അത് ഏച്ച് കിട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്ന പോലെ ഇങ്ങനെ മുഴച്ചു നിൽക്കും. സാബുമോനോട് ചോദിക്കുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഗെയിം? നല്ല ഗെയിമായിരുന്നു. സാബുമോൻ അനുമോളെ ബാത്റൂമിൽ വിട്ടില്ല, എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം.
അങ്ങനെ ഒരു ചോദ്യം ശരിക്കും പറഞ്ഞാൽ ചുമ്മാ ചോദിച്ചതാണ്. സാബുമാൻ അത് പറയുന്നത് ഒരു എൻഡ്യൂറൻസ് ടാസ്ക്കാണ്, കറക്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ഗെയിം നടക്കുന്ന സമയത്ത് ടോയ്ലറ്റിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പോയിട്ട് വരേണ്ടതുണ്ട്. അനുമോളൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള കാർഡുകളൊക്കെ യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ്. അവർ സ്ഥിരമായിട്ട് അങ്ങനെ കളിക്കുന്ന ഒരാളാണ്. വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ന്യായമായിട്ട് വിചാരിക്കാം, ഷാനവാസിനെ പുറത്ത് വിടാത്ത ബിന്നിയുടെ ആക്ടിവിറ്റിയെ ചോദ്യം ചെയ്തല്ലോ, അപ്പോൾ അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള ഒരു കാർഡ് എടുത്ത് ഉപയോഗിക്കത്തില്ലേ. അപ്പോൾ അങ്ങനെ കാർഡ് ഉപയോഗിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അനുമോള്. അത് സാബുമാൻ അവിടെ പറയുകയുണ്ടായി, ലാലേട്ടൻ അതിനെ സപ്പോർട്ട് ചെയ്യുകയുണ്ടായി. നമുക്കറിയില്ലല്ലോ സത്യമാണോ അല്ലയോ എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ ചോദിച്ചത്. ഇപ്പോൾ ആ പാവശാസ്ത്രം ടാസ്കിലൊക്കെ ആണെങ്കിലും അനുവിൻ്റെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? എനിക്ക് അൺകംഫർട്ടബിളായി, പക്ഷേ ഞാൻ മാറില്ല. എൻ്റെ പുറകിൽ നിൽക്കുന്ന ആളുകൾ എന്നെ അൺകംഫർട്ടബിൾ ആക്കിയെന്ന് ഞാൻ ആരോപിക്കുന്ന ആളുകൾ ഗെയിമിൽ നിന്ന് മാറി നിൽക്കണം. അപ്പം അങ്ങനെയുള്ളൊരു പരിപാടി ശരിക്കും പറഞ്ഞാൽ വർക്കാക്കാനായിട്ടുള്ള ഒരു സാധ്യതയും അനു എടുക്കുക എന്നുള്ളത് സാബുമാൻ കണ്ടിട്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. ഞാനതിലും ആ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. നെവിനും അക്ബറും ആര്യൻ വിജയിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. അവരതിനു വേണ്ടി ചില പോയിന്റുകളൊക്കെ നിരത്തുന്നുണ്ട്. അനുമോള് പോയ സമയത്ത് കയറിൻ്റെ ഒരു സൈഡിൽ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് താങ്ങി പിടിച്ചത് ആര്യനാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കൈ ഇങ്ങനെ ഏതോ ഒരു രീതിയിൽ റിലാക്സ് ചെയ്ത് പിടിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ എണ്ണം നോക്കിയപ്പോൾ സാബുമാനായിട്ടാണ് ലക്ഷ്മിക്ക് തോന്നിയത്. ആദിലയും ആ രീതിയിലുള്ള മാനദണ്ഡം വെച്ചിട്ടാണ് വിജയിയെ നിർണ്ണയിച്ചത്. അപ്പോൾ അനുമോള് ഒരു പോയിന്റ് പറയുകയാണ്. അനുമോളൊരു പോയിന്റ് പറയട്ടെ, കേൾക്കട്ടെ. എന്താണ് അനുമോളുടെ പോയിന്റ്? അനുമോള് മറ്റേ സംഭവം എടുത്തിരിക്കുകയാണ്. ആര്യൻ നോമിനേഷൻ ഫ്രീ ആകാൻ വേണ്ടി മാത്രമാണ് ക്യാപ്റ്റൻസി കളിച്ചത്. അതിപ്പം അങ്ങനെയും കളിക്കാം, അങ്ങനെ അല്ലാതെയും കളിക്കാം. ശരിക്കും പറഞ്ഞാൽ ഹൗസിൻ്റെ ഒരു ക്യാപ്റ്റൻ ആവുക എന്നൊക്കെ പറയുന്നത് ആ ഒരു ഫീലാണ് അനുമോൾക്ക്. അതൊരു വലിയ അസുലഭ അവസരമാണ്, അതൊരു ഭയങ്കര അംഗീകാരമാണ്. ജനങ്ങളുടെ മുൻപിൽ ബിഗ് ബോസ് ഹൗസിൻ്റെ ക്യാപ്റ്റൻ ആവുക എന്നൊക്കെ പറയുന്ന ആ ഒരു ഫീലിലാണ് പുള്ളിക്കാർ പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന എന്താണ് അനുമോൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പക്ഷേ അനുമോളെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ പരിഹസിക്കുക എന്നുള്ളൊരു ഹിഡൻ അജണ്ടയുമായിട്ട് നിൽക്കുന്നത് കൊണ്ടായിരിക്കാം അത് ലാലേട്ടന് മനസ്സിലായില്ല, അല്ലെങ്കിൽ മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കാനായിട്ടുള്ള കമാൻഡുകൾ ചെവിയിൽ കിട്ടുന്നതായിരിക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അനുമോൾ പറഞ്ഞത് ഒരു മണ്ടത്തരാണ്. ആ ഒരു മണ്ടത്തരത്തെ അതിൻ്റെ ആ ഒരു ലാഘവത്തോടെ എടുത്ത് അവിടെ തന്നെ അത് അവസാനിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ബാക്കിയുള്ള ആളുകളോട് ചോദിക്കുന്നു, അനുമോൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? നൂർ അത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും ലാലേട്ടൻ മനസ്സിലായില്ല. അനീഷ് പിന്നെ അവിടെ അപ്പോൾ അടുത്ത നമ്പർ ഇറക്കുമല്ലോ അനീഷ്. ആ അനുമോൾ പറയുന്നത് പല സമയങ്ങളിലും എനിക്ക് മനസ്സിലാവാറില്ല ലാലേട്ടാ. അത് അനീഷിന് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അനീഷിൻ്റെ തലക്കെന്തോ കുഴപ്പമുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. സിമ്പിളായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ പോരെ? അപ്പോഴത്തേന് അനുമോളെ കുറ്റം പറയാനായിട്ടുള്ളൊരു അവസരമായിട്ട് അനീഷ് അത് നോക്കിക്കാണിക്കുകയാണ്. ഷാനവാസും അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ക്യാപ്റ്റനെയാണ് അനുമോൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു രീതിയിലാണ് പറയുന്നത്. അനുമോൾ വീണ്ടും ക്ലാരിഫൈ ചെയ്യുകയാണ്, ആര്യൻ നോമിനേഷൻ ഫ്രീ ആകാൻ വേണ്ടി മാത്രമാണ് കളിച്ചത്. കൂടുതൽ പല ആളുകൾക്കും ക്യാപ്റ്റൻ ആകണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ശരിയാണ്, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അനുമോൾക്ക് ഇതുവരെ ക്യാപ്റ്റൻ ആകാനായിട്ട് പറ്റിയിട്ടില്ല, അപ്പോൾ ആ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നു. സാബുമാൻ പറയുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണല്ലോ നമ്മളൊക്കെ കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പരിപാടി പൊളിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം പറക്കം തളിക ടാസ്കിനെ കുറിച്ചിട്ടുള്ള ഒരു അനാലിസിസാണ്. ഒരു കാര്യം പറയാതെ വയ്യ, ഈ സീസണിലെ എസ്പെഷ്യലി വീക്കെൻഡ് എപ്പിസോഡുകളിലെ ചിരി പടർത്തിയും ക്യൂട്ട്നസ് മെഴുകിയും നെവിനാണ്. എന്തൊരു മെഴുകലാണ് നെവിൻ മെഴുകുന്നത്. ചിരി പടർത്താൻ വേണ്ടിയുള്ള കുറേയധികം ഉടായ്പ് നമ്പറുകൾ. അതേപോലെ തന്നെ എപ്പോഴും വിജയിച്ച് നിൽക്കുന്ന നെവിൻ്റെ ഒരു വീക്കെൻഡ് എപ്പിസോഡ് സ്ട്രാറ്റജി ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ഫോളോ ചെയ്യാൻ കേട്ടോ. എന്തെങ്കിലും ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നെവിൻ, അയ്യോ അത് ഞാൻ അങ്ങനെയാണ്, അത് ഇങ്ങനെയാണ്, പെട്ടെന്ന് തന്നെ എനിക്ക് മാപ്പ് തരൂ. പെട്ടെന്നങ്ങ് മാപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും സംസാരിക്കാനായിട്ടുള്ള ഇടം അവിടെ കിട്ടത്തില്ലല്ലോ. തിരിച്ചെന്തെങ്കിലും പോയിന്റ് പറഞ്ഞാൽ അതിനെ എതിർത്തെങ്കിൽ മാത്രമേ ഇപ്പോൾ അനുമോൾക്കും ഷാനവാസിനും ഒക്കെ കിട്ടിയ തരത്തിലുള്ള റോസ്റ്റിംഗ് കിട്ടത്തുള്ളൂ. നെവിൻ അപ്പോഴേ അതങ്ങ് സമ്മതിച്ച് അവിടെ അങ്ങ് മെഴുകി നിൽക്കുകയാണ്. അതാണ് നെവിൻ്റെ ഒരു സ്ട്രാറ്റജി. ഈ ചെങ്ങായി മറ്റേ ജിസേലിനെ കടത്തി വെട്ടുന്ന രീതിയിലേക്കുള്ള വീക്കെൻഡ് എപ്പിസോഡ് ക്യൂട്ട്നസ് മെഴുകലാണ്. ഏതായാലും പറക്കം നൽകിയ ടാസ്കിനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് ക്രിക്കറ്റേഴ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് നെവിന് കൂടുതൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ് നെവിൻ പറയുന്നത്. നെവിൻ അപ്പോൾ മറ്റേ മണ്ണപ്പം ചുട്ട് കളിക്കണ കാർഡൊക്കെ ഇറക്കുകയാണ്. ഞാനൊരു ഭയങ്കര സാധാരണക്കാരനാണ്, ചിരി പടർത്തും ക്യൂട്ട്നസ്സും എഴുതും എന്നൊക്കെ ഉണ്ടെങ്കിലും ഞാനൊരു പാവപ്പെട്ടവനായിരുന്നു. എനിക്ക് ക്രിക്കറ്റൊന്നും കളിക്കാൻ അറിയത്തുണ്ടായിരുന്നില്ല, മണ്ണപ്പം ചുട്ട് കളിക്കണമായിരുന്നു നെവിൻ്റെ പരിപാടി. ബാക്കിയുള്ള ആളുകളൊക്കെ നന്നായിട്ട് ക്യാച്ച് എടുക്കും എന്നൊക്കെ ഉള്ളതായിരിക്കാം നെവിൻ്റെ ഉദ്ദേശം. ഏതായാലും ആ ഒരു ഗെയിമിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ആര്യനാണ്. ആര്യൻ അവിടെ കുറേയധികം ഉഡായ്പകൾ കാണിച്ചിട്ടുണ്ട്. കോയിൻ ഒളിപ്പിച്ച് വെക്കുക, സ്ക്രാച്ച് ചെയ്ത് നോക്കുക എന്നുള്ള ആരോപണം, അപ്പോൾ അതൊക്കെ ആര്യൻ നേരിടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടാസ്ക് മൊത്തത്തിൽ നന്നായിട്ട് പോകേണ്ട ഒരു ടാസ്ക്കായിരുന്നു. ചില ഉഡായ്പകൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്താണ്.
അവിടെ വീണ്ടും ആ ഒരു തള്ളി ഉന്തി എന്നീ തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ചർച്ചയാവുകയാണ്. അനുമോൾ വലിയൊരു തള്ളലാണല്ലോ എന്നുള്ളതാണ് ലാലേട്ടൻ അവിടെ പറഞ്ഞത്. ആ ഒരു ഗെയിമിൻ്റെ അനാലിസിസ് ആണ്. ഈ ഒരു ഗെയിമിൽ റദ്ദാക്കാനായിട്ടുള്ളൊരു ബ്ലാക്ക് ബോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു ചർച്ചയുണ്ട്. ഷാനവാസ് ബ്ലാക്ക് ബോൾ കിട്ടിയപ്പോൾ അനീഷിൻ്റെ റിക്വസ്റ്റുകളൊന്നും പരിഗണിക്കാതെ റദ്ദാക്കി. അതിനെക്കുറിച്ചിട്ട് സംസാരിച്ചു. അപ്പോൾ അത് ആ ഒരു ഗെയിമിൻ്റെ സെൻസിൽ തന്നെയാണ് സംസാരിച്ചത്, അല്ലാതെ ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നുമില്ല. ഷാനവാസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംബാക്കിനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളത് ഷാനവാസ് ക്ലാരിഫൈ ചെയ്യുന്നു. അപ്പോൾ അനീഷിന് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അനീഷ് പറയുന്നു. അപ്പോൾ അതൊക്കെ ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. അനീഷ് പറയുന്നു ആര്യൻ, അക്ബർ എന്നിവർ ടീം എന്നുള്ളൊരു കാര്യം അവിടെ പറഞ്ഞു. അക്ബർ ആജ്ഞാനുബാഹുവാണ് എന്നൊക്കെ അനീഷ് ആരോപിക്കുന്നു. അതിനുശേഷം ആര്യൻ റദ്ദാക്കിയതിനെ കുറിച്ചിട്ട് ചോദിച്ചു. അക്ബർ ചോദിച്ചിട്ടും ആര്യൻ റദ്ദാക്കി. അത് ആര്യൻ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തു. ആദില, നൂറ അവർ 2 ഗെയിമേഴ്സ് അല്ലേ, നിങ്ങൾ 2 ഗെയിമേഴ്സ് അല്ലേ, എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ ഒന്നിച്ച് കളിക്കുന്നു എന്നുള്ളത്, അത് എനിക്ക് തോന്നുന്നു ആദില കഴിഞ്ഞ ദിവസം നൂറയ്ക്ക് കുറച്ച് ബോൾസ് കൊടുത്തായിരുന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി അവർ ഒന്നിച്ചാണ് കളിക്കുന്നത്. ഒത്തിരിയധികം പ്രിവിലേജസ് ഉണ്ട്. നമ്മളെ കാണിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യുന്നു, ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. അത് അനുമോൾ, ആദില, നൂറ എന്നിവരുടെ ഒരു പ്ലാനാണ്. ഇപ്പോൾ പണപ്പെട്ടിയെക്കുറിച്ചിട്ടുള്ളൊരു ഡിസ്കഷൻ കഴിഞ്ഞ ദിവസം വരുന്നു. അത് നമ്മൾ പണ്ടെപ്പോഴോ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നു. പണപ്പെട്ടി വന്നു കഴിഞ്ഞാൽ ഇവർ ഉണ്ടെങ്കിൽ ഇവർക്കല്ലേ പ്രിവിലേജ്. ഏതെങ്കിലും ഒരാൾക്ക് ഉറപ്പായിട്ടും പണപ്പെട്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു നഷ്ടം ഉണ്ടാവത്തില്ല. കപ്പിലേക്കൊന്നും എന്നാണെന്ന് പറഞ്ഞാലും വരത്തില്ല എന്നുള്ളത് ഇവർക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരാൾ കൂടുതൽ ദിവസം നിൽക്കുന്നു, ഒരാൾ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകുന്നു. പിന്നെ ഇവരുടെയൊക്കെ ഡെയിലി പേയ്മെൻറ്റുമായി തട്ടിച്ച് നോക്കുന്ന സമയത്ത് പണപ്പെട്ടിയിൽ എത്ര തുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഇവർ ആലോചിക്കും. പക്ഷേ ഇവർ പെട്ടെന്ന് എവിക്റ്റ് ആവാനായിട്ടുള്ളൊരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. അതിന് സാരി ഉടുത്തിട്ട് ബോളുകൾ പറക്കാനായിട്ട് ഓടി നടന്ന കാഴ്ച രസകരമായിട്ട് നമ്മൾ കണ്ട് ആസ്വദിച്ചാണ്. ആ ഒരു സാരി എന്തിന് അങ്ങനെ ഉടുത്തു, ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു വസ്ത്രം എന്തിന് എന്നുള്ളത് ലാലേട്ടൻ ചോദിക്കുന്നു. അപ്പോൾ അനുമോൾ പറയുന്നു ഈ ചുവന്ന ബോളുകൾ ശേഖരിക്കാൻ വേണ്ടിയാണ്, ആളുകൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ്. ഭയങ്കര വലിയ പട്ടാള മിഷനാണല്ലോ. ഈ റെഡ് സാരി ഉടുത്തിട്ട് അവിടെ ഇങ്ങനെ ഓടി നടന്ന് കഷ്ടപ്പെട്ടത്, ഉരുണ്ട് മറിയുകയല്ലായിരുന്നു. എന്തൊരു കഷ്ടമായിരുന്നു. അപ്പോൾ അക്ബർ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള അമർഷം കൊണ്ട് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. സാരി ഉടുത്തു കഴിഞ്ഞാൽ ആ സാരി ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഉരിഞ്ഞു എന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പം അതിനുവേണ്ടിയാണ് അനുമോൾ സാരി ഉടുത്തത്. അതിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കൊടുക്കൽ വാങ്ങലാണ്. അപ്പോൾ അതിനകത്ത് അക്ബർ വളരെ മോശമായിട്ട് സംസാരിച്ചു, അങ്ങനെ സംസാരിച്ചു, ഇങ്ങനെ സംസാരിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എത്രത്തോളം മോശമായിട്ട് അനുമോൾ അക്ബറിനെ അങ്ങനെ ആരോപണത്തിൽ നിർത്തി. അപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റായിട്ടുള്ള ഒരു മറുപടി ആയിട്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അല്ലാതെ വീക്കെൻഡ് എപ്പിസോഡിൽ അനുമോൾക്ക് വേറെ കാര്യമായിട്ടുള്ള ശകാരം ഒന്നും കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അനുമോൾ ബസ് എന്താണ് സംഭവം എന്നുള്ളത് ലാലേട്ടൻ ചോദിക്കുന്നു. നെവിൻ അപ്പോൾ ആ കാര്യം എടുത്ത് പറയുകയാണ്. നെവിൻ എന്തൊരു വിവരക്കേടാണ് അവൾ വിളിച്ച് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നെവിൻ പറയുന്നത് പക്ക ഒരു സ്ത്രീവിരുദ്ധമായിട്ടുള്ള രീതിയിലാണ്. അനുമോൾ ആരാണ്? രംഭ തിലോത്തമയോ, തൊട്ട് പിടിച്ചു എന്നൊക്കെ പറയാം. അതെന്താണ്? രംഭയും തിലോത്തമയോ ഒന്നും അല്ലാത്ത ആളുകൾക്ക് അൺകംഫർട്ടബിൾ ആവുന്നു എന്നൊന്നും പറയാൻ പാടില്ലേ? അല്ല, ഇനിയിപ്പോൾ റിയൽ ആയിട്ട് സംസാരിച്ചാലും അനുമോൾക്ക് പറയാനായിട്ടുള്ളൊരു സാധ്യത അവിടെ ഇല്ല എന്നുള്ളതാണ് നെവിൻ പറയുന്നത്. നെവിൻ്റെ ഒരു വിഡിതം കൂടുതൽ കേൾക്കാൻ വയ്യാത്തതുകൊണ്ടായിരിക്കാം നെവിനെ അവിടെ ഇരുത്തുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നു ഇവരാദ്യം പോയി സ്ഥലം പിടിച്ചു, നമുക്ക് വേറെ ഓപ്ഷനില്ല, അതുകൊണ്ട് പുറകിൽ പോയി നിന്നു. അതിന് പറയുന്നു ആര്യൻ അക്ബറിനെ തള്ളി, അക്ബർ എന്നെ വന്ന് തട്ടി. അപ്പോൾ ലക്ഷ്മിയെ എഴുന്നേൽപ്പിക്കുകയാണ്. ലക്ഷ്മി ഇതൊക്കെ കണ്ടു എന്നുള്ള രീതിയിൽ വലിയ കാര്യമായിട്ട് അക്ബറിനെ അവിടെ കുറ്റപ്പെടുത്തിയിരുന്നു. എന്ത് മോശമായിട്ടാണ് അക്ബറിനെ ലക്ഷ്മി പറഞ്ഞത്. കാണാത്ത പല കാര്യങ്ങളും പറയുന്ന ലക്ഷ്മിയെ കുറിച്ചിട്ട് ലാലേട്ടൻ അവിടെ എടുത്ത് പറയുന്നുണ്ട്. ഷാനവാസ് മാറി നിന്നു. എന്തിനു വേണ്ടി? ഈ പാവ എടുക്കുന്ന സമയത്ത് എൽബോ കൊള്ളും. അപ്പോൾ ഇവിടെ ഹൃദയപൂർവ്വത്തിനകത്ത് ലാലേട്ടൻ ഇവിടെ സംരക്ഷിച്ച് നടക്കുന്നത് പോലെ അവിടെ സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കാം. അപ്പോൾ അതുപോലെയുള്ള പരിപാടികൾ. കടിച്ചു, മാന്തി, നല്ല കടി അനീഷ് കൊടുത്തിട്ടുണ്ട്. ഷാനവാസിന് കടി കിട്ടിയപ്പോൾ മിത്രക്കടി ആയതുകൊണ്ട് ഷാനവാസ് അത് സഹിച്ചു. എന്നാൽ ബാക്കിയുള്ള ആളുകൾ കിട്ടിയപ്പോൾ ആരും സഹിച്ചില്ല. അക്ബർ തലക്കെട്ടൊരെണ്ണം കൊടുത്തു എന്നുള്ളത് എടുത്തു പറയുന്നു. പിന്നെ അനു കടിച്ചു, മാന്തി എന്നീ കാര്യങ്ങൾ. അനു നല്ല രീതിയിലും മാന്തി. അനുമുള്ള പല്ലാസോ പാൻറ്റിലാണ് ബോളുകൾ ഒളിപ്പിച്ച് വെച്ചത്, അത് എടുത്തു എന്നുള്ള പരിപാടികൾ. ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിട്ടേക്കാം, നമുക്ക് വേറെ ഒരു കാര്യങ്ങളും ഇല്ല. അവിടെ വിചാരണയൊക്കെ നടക്കുന്നുണ്ട്. ഇതിനുശേഷം കോയിനുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയായിരുന്നു. ആര്യൻ കോയിൻ ഒളിപ്പിച്ചു, ബട്ട് സ്ക്രാച്ച് ചെയ്തിട്ടില്ല എന്നുള്ളത് ആര്യൻ അന്ന് മുതൽ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. നിങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ? ആര്യൻ ആ ഒരു ഗെയിമിൽ കുറേ ഉടായ്പകൾ കാണിച്ചിട്ടുണ്ട്. ആര്യനാണ് ആ ഒരു കോയിൻ ഒളിപ്പിച്ച് വെച്ചത്. അത് മറ്റേ ആ സോഫയുടെ ഇടയിലേക്കൊക്കെ തിരികുന്നത് നമ്മളെ ബിഗ് ബോസ് കാണിച്ചാണ്. അപ്പോൾ അത് ആരാണ് എന്ന് കണ്ടെത്തുക, അല്ല ആ കോയിൻ കണ്ടെത്തുക, അപ്പോൾ പണികൾ ഒഴിവാക്കി തരാമെന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കോയിനെ കുറിച്ചിട്ടുള്ള സംസാരം. ഇതിനുശേഷം ഓരോ ആളുകൾക്കും ഓരോ കാർഡുകൾ കൊടുക്കുകയാണ്. കാർഡുകളല്ല കേട്ടോ, ഓരോ ടാഗുകൾ. കണ്ടസ്റ്റൻസ് അവിടെ ഒരു ബോളിൽ നിന്നിട്ട് ഒരു ചിട്ടെടുക്കണം. അതിലെന്താണോ എഴുതിയിരിക്കുന്നത് അതിനോട് യോജിക്കുന്ന ആളുടെ തലയിലെ തൊപ്പിയിൽ അത് ഒട്ടിച്ചു കൊടുക്കണം. അനീഷിന് കിട്ടുന്നത് ഒളിപ്പിക്കൽ കാർഡാണ്. ആര്യൻ, ആദില
എന്നിവർക്ക് അദ്ദേഹം ആ ഒരു കാർഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ നിമിഷം വരെ ആദിൽ അത് കൃത്യമായി മറച്ചു പിടിച്ചു, അനീഷ് അറിഞ്ഞില്ല എന്നുള്ളത് അനീഷ് പറയുന്നു. ഷാനവാസ് സോപ്പിംഗ് കാർഡ് എന്ന് പറയുന്ന ആ ഒരു ടാഗ് ആദിലേക്കും നെവിനും ഒട്ടിച്ചു കൊടുക്കുകയാണ്. അക്ബറിൻ്റെ ബോളുകൾ മോഷ്ടിച്ചതിന് ശേഷം ഈ രണ്ടാളുകളും അക്ബറിനെ സോപ്പ് ഇടുന്നത് ഷാനവാസ് കണ്ടു. പിടിക്കപ്പെട്ടതിന് ശേഷം നെവിൻ നന്മമരം കാർഡ് ഒട്ടിച്ചു കൊടുക്കുന്നു അനുമോൾക്കും ആര്യനും അനീഷിനും. മലയാള കാർഡും അവിടെ നെവിൻ എടുത്ത് പറയുന്നുണ്ട്. ആര്യൻ്റെ നന്മമരം നമ്മൾ കേട്ടതാണ്, അനുമോളുടെ നന്മമരം നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറുള്ളതാണ്. ഫുഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെയാണ് നെവിൻ പറയുന്നത്. നൂറ ജെൻഡർ കാർഡ് അനുമോൾ ഒട്ടിച്ചു കൊടുക്കുന്നു. അൺകംഫർട്ടബിൾ ആയിട്ട് ഓപ്പോസിറ്റ് ജെൻഡർ മാറി നിൽക്കണം, തനിക്ക് അൺകംഫർട്ടബിൾ ആയതുകൊണ്ട് ബാക്കിയുള്ള ജെൻഡർ മാറി നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു അനുവിൻ്റെ ഗെയിമിനെ കുറിച്ചിട്ടാണ് നൂറ പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ അനുമോൾ എന്തുവല്ലേ ഇതൊന്നും, എന്ത് പ്രേക്ഷകരൊന്നും കാണുന്നില്ലേ, എന്ത് കള്ളങ്ങളാണ് ഇവർ പറയുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചില സംഭാഷണ ശകലങ്ങളൊക്കെ പുറത്തേക്ക് വിടുന്നുണ്ട്, കേൾപ്പിക്കുന്നില്ല. ലക്ഷ്മി സേഫ് കാർഡ് സാബുമോന് കൊടുക്കുന്നു, അനീഷിന് കൊടുക്കുന്നു. ആര്യൻ കോമൺ മാൻ കാർഡ് അനീഷിന് കൊടുക്കുന്നു, ഹസ്തദാനം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ആര്യൻ നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, നല്ല പോയിന്റുകൾ പറയുന്നുണ്ട്. നെവിന് കൊടുക്കുന്നുണ്ട്, ഇടയ്ക്കൊക്കെ നെവിൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അക്ബർ ഒറ്റപ്പെടൽ കാർഡ് അനീഷിന് കൊടുക്കുന്നു, അതേപോലെ തന്നെ അനുമോൾക്ക് കൊടുക്കുന്നു. തെറ്റുകളെ അക്സെപ്റ്റ് ചെയ്യാത്ത 2 കണ്ടസ്റ്റൻസ് ആണ് ഇവിടെ ഉള്ളത്. ട്രെയിൻഡ് ആയിട്ടുള്ള ആൻസേഴ്സ് പറയുന്നു, മലയാളത്തെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറയുന്നു. ഗുഡ് മോർണിംഗ് ആദ്യ ഘട്ടത്തിൽ പറഞ്ഞ് പിന്നീട് സുപ്രഭാതമാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അനുമോൾ പെട്ടെന്ന് വീണിട്ടൊരു കരച്ചിലാണ്. ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നു, പറയാതെ പറയുന്നത് ഒറ്റപ്പെടലാണ്. അനീഷ് പറഞ്ഞുകൊണ്ട് പറയുന്നത് ഒറ്റപ്പെടൽ, അനുമോൾ പറയാതെ പറയുന്നു. സാബുമോൻ വിക്ടിം കാർഡ് അനീഷിനും അനുമോൾക്കും ഒട്ടിച്ചു കൊടുക്കുന്നു. രണ്ടുപേരും ഒരേ തരത്തിലുള്ള ഒറ്റപ്പെടൽ ഗെയിമാണ് കളിക്കുന്നത് എന്ന് സാബുമോൻ പറയുന്നു. ആദില പ്രിപ്പയർഡ് കാർഡ് ലീവ് എടുത്ത് പഠിച്ചു വന്ന അനീഷിന് കൊടുക്കുകയാണ്. അനു കരച്ചിൽ കാർഡ് ആദിലയ്ക്ക് കൊടുക്കുന്നു, ഷാനവാസിന് കൊടുക്കുന്നു. ഷാനവാസ് കണ്ണ് നിറയും, ആദില കുറ്റബോധം കൊണ്ട് കരയും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നീട് ഉള്ള ബ്രേക്കിൻ്റെ സമയത്ത് നമ്മൾ കാണുന്നത് അനീഷും അക്ബറും അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് റേസ് ആവുകയാണ്. അനീഷ് റേസ് ആവുകയാണ് അക്ബറിനോട്. കള്ളങ്ങൾ പറയുന്നു, പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നു, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഇല്ലാത്ത കാര്യങ്ങളാണ് അക്ബർ പറയുന്നത്, ഞാൻ ആര് പറഞ്ഞാലും മലയാളത്തെ പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ മലയാളത്തെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് മലയാളം വയ്യാണ്ടോടെ കിടക്കുമൊന്നുമല്ലല്ലോ. കാലാന്തരത്തിൽ ഭാഷയ്ക്ക് വലിയ മാറ്റമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഭാഷാ പണ്ഡിതനാണ് താനെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകൾ അപഹാസ്യരായി മാറും. ഞങ്ങൾ ഭാഷയുടെ വലിയ കൊണാണ്ടർമാരാണ്, ഞങ്ങൾ അങ്ങോട്ട് ഭാഷ അങ്ങോട്ട് പുകഴ്ത്തും, അങ്ങ് മുകളിലോട്ട് ഉയർത്തും. ഭാഷ എന്ന് പറയുന്നത് ഒരാൾക്കോ അല്ലെങ്കിൽ പണ്ഡിതന്മാർക്കോ അവകാശപ്പെട്ട ഒരു സംഗതിയല്ല. നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയ കേവല സംഭവം മാത്രമാണ് ഈ ഭാഷ എന്ന് പറയുന്നത്. അത് എങ്ങനെ ഉപയോഗിക്കണം, അത് എങ്ങനെ മാറണം എന്നുള്ളതൊന്നും ആരും നിർണ്ണയിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ഭാഷാ സ്നേഹികളെ വലിയ ഇഷ്ടമൊന്നുമില്ല. കാലാന്തരത്തിൽ ഭാഷയ്ക്ക് മാറ്റം വരുമെന്നേ. നിങ്ങൾ അടിപൊളി എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നു, അടിപൊളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാക്കൊക്കെ കാലാന്തരത്തിൽ രൂപപ്പെട്ട ഒരു വാക്കാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം നമുക്ക് കൃത്യമായിട്ട് അറിയാം. പൊളിക്ക് മക്കളെ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, പൊളിക്ക് മക്കളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് ഈ കാലഘട്ടത്തിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാവും. ഇത് കേട്ടതുകൊണ്ട് ആരും പോയി എന്തെങ്കിലുമൊക്കെ തല്ലി പൊളിക്കാറുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ അംഗീകരിക്കണം. അതേപോലെ തന്നെ ഡയലക്റ്റുകൾ, കാസർഗോഡുകാരുടെ ഒരു ഡയലക്റ്റ്, തിരുവനന്തപുരംകാരുടെ ഒരു ഡയലക്റ്റ്, കോട്ടയംകാരുടെ ഒരു ഡയലക്റ്റ്, മലപ്പുറം കോഴിക്കോടുകാരുടെ ഒരു ഡയലക്റ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, ഇതിനൊക്കെ നമ്മൾ അംഗീകരിക്കണം. അങ്ങനെ ഈ ഭാഷയെ പ്രൊമോട്ട് ചെയ്യാനായിട്ടോ താങ്ങി നിർത്താനായിട്ടോ ഒക്കെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ താങ്ങി നിർത്താനായിട്ട് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ സംഗതികളുണ്ട് പ്രാദേശികമായിട്ട്. നമ്മൾ ഈ പ്രാദേശികവാദം പറയുന്നതിനകത്ത് വലിയ കാര്യമോ കഴമ്പോ ഒന്നുമില്ല. നമ്മൾ മലയാളം സംസാരിക്കും, ഈ മലയാളം ചിലപ്പോൾ നാളെ വേറെ ഒരു രീതിയിലേക്ക് മാറും. ഇത് ഇല്ലാതായി ഒന്നും പോകത്തൊന്നുമില്ല. ആസ്ക് ദ സ്റ്റാർ കോൺടെസ്റ്റ് ആണ് പ്രേക്ഷകൻ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് കണ്ടസ്റ്റൻസ്, നന്നായിട്ട് കളിക്കുന്ന കണ്ടസ്റ്റൻസ് എവിക്റ്റായി പോകുന്നത്? അപ്പോൾ പ്രേക്ഷകരും ഫെയറായിട്ട് കളിക്കണം എന്നുള്ള ഒരു ഉപദേശമാണ് ലാലേട്ടൻ കൊടുക്കുന്നത്. അനീഷിൻ്റെയും അക്ബറിൻ്റെയും ആ ഒരു വാഗ്വാദത്തെ കുറിച്ചിട്ട് ലാലേട്ടൻ ചോദിക്കുന്നു. മലയാളത്തെ പ്രൊമോട്ട് ചെയ്യുന്ന അനീഷിൻ്റെ ആ ഒരു ഇനിഷ്യേറ്റീവിനെ കുറിച്ചിട്ട് അനീഷ് പറയുന്നു. അനീഷ് അപ്പോൾ മലയാളം എമ്മയാണോ എന്നുള്ളത് ലാലേട്ടൻ ചോദിക്കുന്നു. അല്ല, ഭാഷയെ നന്നായിട്ട് സ്നേഹിക്കുന്ന അനീഷ് മലയാളം തൻ്റെ വിഷയമായിട്ടെടുത്ത് പഠിച്ചിട്ടൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ PhD ഒക്കെ എടുക്കാമായിരുന്നല്ലോ, പ്രബന്ധങ്ങളൊക്കെ അവതരിപ്പിക്കാമായിരുന്നല്ലോ. ഇപ്പോൾ ആദ്യ നാളുകളിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞ ആ ഒരു കാര്യത്തെ അനീഷ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ 75 ദിവസങ്ങളായിട്ടുള്ള കാര്യങ്ങളല്ലേ, 25 ദിവസങ്ങൾ മുന്നിലുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോയി. സ്വാഭാവികം, മറന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മറക്കരുതെന്നൊക്കെ ശടിക്കുന്നത് ശരിയൊന്നും ആയിരിക്കില്ല എന്ന് ഞാൻ പറയുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എന്തൊക്കെ പറയാനാണല്ലേ. ശരിക്കും പറഞ്ഞാൽ ഷോ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ആരും ഓർത്തിരിക്കുന്ന തരത്തിലേക്കുള്ള ഗെയിമോ ആരും ഓർത്തിരിക്കുന്ന തരത്തിലുള്ള കണ്ടസ്റ്റൻസോ ഇല്ലാത്തൊരു സീസൺ. കഴിഞ്ഞ സീസൺ പോലെ കോളമായിട്ടുള്ളൊരു സീസൺ. ജിൻഡോരെ പോലെ ഏതെങ്കിലും ഒരു വിന്നർ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. മറന്നു പോകുന്ന തരത്തിലേക്കുള്ള ഇഷ്ടംപോലെ കണ്ടസ്റ്റൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആരും ഉണ്ടാവില്ല. ഓർത്തിരിക്കുന്ന ഏത് കണ്ടസ്റ്റൻസ് ഉണ്ട്? ഇപ്പോഴും എനിക്ക് തോന്നുന്നു സീസൺ 5 കണ്ടസ്റ്റൻസ് ആണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. സീസൺ 7 ഒട്ടും വരാനായിട്ടുള്ള സാധ്യതയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.